സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ കണ്ട് സോഡിയാക് ലൈവ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് മേടക്കൂറുകാരുടെ ഒക്ടോബർ മാസത്തെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികേക്കാലും ഈ നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പത്താം ഭാവാധിപതി ബലവാനായി നിൽക്കുന്നുണ്ട്. പക്ഷേ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനയന്തി, മനോഭീതി എന്ന് പറയുന്ന ദോഷത്തെ ചെയ്തുകൊണ്ട് കണ്ടകശനിയുടെ ചെറിയൊരു ദോഷമുണ്ട്. അത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത്, അതായത് നല്ല ഗുണം പ്രതീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ചെറിയ ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. എങ്കിലും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ 12-ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് വ്യാഴപ്പിഴവുള്ള സമയമാണ്. അപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിക്കുന്ന സമയത്താണ് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം. സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കത്തിന് യോഗമുണ്ടെങ്കിൽ പോലും ഈ വരുന്ന ഒക്ടോബർ 15-ാം തീയതിക്ക് ശേഷം സഹായ സ്ഥാനത്തേക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയുടെ മാറ്റം വരികയും അതുപോലെ തന്നെ ശുക്രൻ്റെ മാറ്റം 18-ാം തീയതിക്ക് ശേഷം ചന്ദ്രാൽ 7-ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂല ഫലവും കുടുംബ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനുള്ള ഒരു യോഗമൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. മാനസികമായിട്ടൊരു കുറച്ച് ടെൻഷൻ്റെ ഒരു യോഗമുണ്ടെങ്കിൽ പോലും അത് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലായത് കാരണം കൊണ്ട് മേൽ പറയപ്പെട്ട ദോഷത്തിന് ദൈവാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാഹു നിൽക്കുന്നത് ചന്ദ്രലഗ്നത്തിൽ തന്നെയാണല്ലോ. ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റേതായിരിക്കുന്ന കുറച്ച് ദോഷങ്ങൾ, അല്ലെങ്കിൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കേതു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തുകയും അതുകൊണ്ട് നമ്മൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളുടെ സഹായം ചില സമയത്ത് ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പോൾ നമുക്ക് അപ്രിയമായിട്ട് തോന്നും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില സമയത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് 15-ാം തീയതി വരെ യോഗം ഉണ്ടെങ്കിലും അതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിലാണ് വരിക. ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ളൊരു യോഗവും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള യോഗവും മാനസികമായിട്ട് സന്തോഷം തരുന്ന മേഖലകളിൽ പ്രവർത്തിക്കാനുള്ളൊരു യോഗവും ചന്ദ്രാൽ 7-ൽ സ്വക്ഷേത്ര ബലവാനായി ശുക്രൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനസികമായിരിക്കുന്ന ഉല്ലാസത്തിന് അനുകൂലമായിരിക്കുന്ന സന്ദർഭങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. അതിനോടൊപ്പം തന്നെ യാത്രാഗുണം അനുഭവത്തിൽ വരാനുള്ള യോഗവും ഉണ്ട്. മേടക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ എന്തായാലും ഒക്ടോബർ മാസത്തിൽ പ്രത്യക്ഷത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. എങ്കിൽ പോലും ദശാനാഥനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നതുമൊക്കെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ടും ദോഷഫലങ്ങളുടെ ആധിക്യം കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സംബന്ധമായിരിക്കുന്ന വഴിപാടുകൾ ചെയ്യാനും പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് 12-ാം വ്യാഴംകാരായ അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാർക്ക് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.